എല്ലാ ഷാലോ ടി വി പ്രേക്ഷകർക്കും മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തത് എന്നുള്ള കർത്താവിൻ്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ട് പ്രവർത്തനനിരതമായിരിക്കുന്ന സന്യാസിനി സമൂഹമാണ് മദർ മേരി ലിറ്റിയാൽ സ്ഥാപിതമായ ദൈവപരിപാലനയുടെ ചെറിയ ദാസികളുടെ സന്യാസിനി സമൂഹം. പൂർണ്ണമായും ദൈവപരിപാലനയിൽ മാത്രം ആശ്രയിച്ച് തങ്ങളുടെ ജീവിതം മുഴുവൻ കർത്താവിന് സമർപ്പിച്ചവരാണ് ഇവർ. ഈ സന്യാസിനി സമൂഹത്തിൻ്റെ രണ്ടാമത്തെ മദർ ജനറാളും മദർ മേരി ലിറ്റിയുടെ സഹോദരപുത്രിയുമായ സിസ്റ്റർ റോസ്ലി LSDPയുടെ ജീവിതത്തിലും ദൈവപരിപാലനയുടെ വലിയ അനുഭവങ്ങൾ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. തൻ്റെ മണവാളനായ ഈശോയുടെ സ്വരം തിരിച്ചറിഞ്ഞ് സർവവും ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച ഈ ജീവിതം ഇന്ന് അനേകർക്ക് പ്രകാശമായി മാറുകയാണ്. പാവപ്പെട്ടവരെയും രോഗികളെയും ശുശ്രൂഷിക്കുവാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച ഈ സന്യാസിനിയുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ ദൈവിക ഇടപെടലുകളെക്കുറിച്ച് നമുക്ക് ശ്രവിക്കാം. മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സിസ്റ്ററിന് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത് സിസ്റ്ററിൻ്റെ സന്യാസ ജീവിതത്തിലേക്കുള്ള കടന്നുവരവാണ്. ഈ ഒരു സന്യാസ ജീവിതത്തിലേക്കുള്ള കടന്നുവരവിന് ശേഷമുള്ള അനുഭവങ്ങളെക്കുറിച്ച് സിസ്റ്ററിനൊന്ന് പങ്കുവയ്ക്കാമോ? 1981 ഞാൻ ആദ്യ വ്രതവാഗ്ദാനം നടത്തിയത്. ആദ്യ വ്രതവാഗ്ദാനത്തിന് പോകാനായിട്ട് ഞങ്ങൾ എല്ലാം ഒരുങ്ങി നിൽക്കുകയാണ്. വെള്ള സാരിയും എല്ലാം ബ്ലൗസും ഒക്കെ ധരിച്ച്. അപ്പോൾ ഞങ്ങൾക്കായിട്ടൊരു വാഹനം പറഞ്ഞയക്കാമെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു അധികാരികൾ. അപ്പോൾ ഞങ്ങൾ വാഹനം നോക്കി കാത്തു നിന്നു. പക്ഷേ സമയമായിട്ടും വാഹനമൊന്നും എത്തിയില്ല. അന്ന് കുന്നന്താനത്തും വാഹനങ്ങളൊന്നും അധികം ഇല്ല. അപ്പോൾ ഒരു വാഹനം കണ്ടുപിടിച്ച് എത്തിക്കാനായിട്ട് ആർക്കും സാധിച്ചില്ല. ഞങ്ങൾക്ക് പോകാൻ പള്ളിയിൽ എത്തേണ്ട സമയമായിട്ടും വാഹനങ്ങളൊന്നും കിട്ടിയില്ല. ഞങ്ങൾ നിസ്സഹായ അവസ്ഥയിൽ അവിടെ നിൽക്കുകയാണ്. ആരും സഹായിക്കാനില്ല. ആ കൃത്യസമയത്ത് ഈ വെസ്റ്റേഷൻ കൂടാൻ വേണ്ടി പാലായിൽ നിന്ന് വന്ന ഒരു ഗ്രൂപ്പ്, അവർക്ക് പെട്ടെന്നൊന്ന് തോന്നി എന്തായാലും പള്ളിയിലേക്ക് നേരെ പോകണ്ട, മഠത്തിലൊന്ന് കയറിയിട്ട് പോകാം എന്ന് കരുതി മഠത്തിലേക്ക് വാഹനം അവർ തിരിച്ചു വിട്ടു. അവിടെ വന്നപ്പോഴാണ് കാണുന്നത് ഞങ്ങളിങ്ങനെ 3 പേര് ഈ ആദ്യ വ്രതവാഗ്ദാനം നടത്താനുള്ളവർ റെഡിയായിട്ട് നിൽക്കുന്നു. പക്ഷേ വാഹനം എത്തിയിട്ടില്ല. ഉടനെ തന്നെ ആ വാഹനത്തിൽ ഞങ്ങളെ അവർ പള്ളിയിൽ കൊണ്ടുവന്നാക്കി. അപ്പോൾ ദൈവപരിപാലനയുടെ ഒരു പ്രത്യേക അനുഭവമായിട്ടാണ് ഞങ്ങളത് മനസ്സിലാക്കുന്നത്. കാരണം കൃത്യസമയത്ത് കർത്താവ് വാഹനം എത്തിച്ചു തന്ന് ഞങ്ങളെ പള്ളിയിലെത്തിച്ചു. അങ്ങനെ ആദ്യ വ്രതവാഗ്ദാനത്തിൻ്റെ ആ ദിവസം തന്നെ ഒരു ശക്തമായ ദൈവാനുഭവം കർത്താവ് തന്നു. അപ്പോൾ സുരക്ഷിതമായി അവിടെ എത്തുവാൻ സാധിച്ചു. അതെ. ഈ ആദ്യ വ്രത വാഗ്ദാനത്തെക്കുറിച്ച് അതിനോടനുബന്ധിച്ച് സിസ്റ്റർ എന്തെങ്കിലും പറയുവാനുണ്ടോ? അന്നത്തെ ആ ദിവസം കർത്താവിൻ്റെ വലിയ ഒരു സ്നേഹം അത് ആ വ്രതവാഗ്ദാന സമയത്ത് അനുഭവപ്പെട്ടു. ഈശോ പ്രത്യേകമായി സ്നേഹിക്കുന്ന അനുഭവം, ഒരു പ്രത്യേകമായ ആനന്ദം, സ്വർഗീയമായ ആനന്ദം, ഈശോയുടെ മണവാട്ടിയായി തീർന്നതിലുള്ള ആനന്ദം, അതെല്ലാം വ്യക്തമായിട്ട് അനുഭവിച്ചറിയാൻ സാധിച്ചു. ആദ്യ വ്രത വാഗ്ദാനത്തിന് ശേഷമുള്ള ആ ഒരു പ്രവർത്തന മേഖല ഏതായിരുന്നു? നോവിസസിൻ്റെ പരിശീലന കാര്യങ്ങളാണ് അധികാരികൾ എന്നെ ഏൽപ്പിച്ചത്. നോവിസസിന് ആവശ്യമായ ക്ലാസ്സുകൾ എടുക്കുക, അവരോടൊപ്പം പ്രാർത്ഥിക്കുക, അവരെ മറ്റ് ശുശ്രൂഷ മേഖലകളിലൊക്കെ സഹായിക്കുക, അങ്ങനെ അവരുടെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കാനായിട്ടാണ് എനിക്ക് ചുമതല ലഭിച്ചത്. അപ്പോൾ ഇതിനു ശേഷമുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പിന്നീട് ഞാൻ സന്യാസ പരിശീലനത്തെക്കുറിച്ചും ദൈവശാസ്ത്രത്തെക്കുറിച്ചുമുള്ള ഏതാനും കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് എന്നെ അധികാരികൾ അയച്ചു. MOCയിൽ ഞാൻ 1 വർഷത്തെ ദൈവശാസ്ത്ര കോഴ്സിനായിട്ട് പോയി. പിന്നീട് അവിടെ തന്നെ ഫോർമേഷനെ കുറിച്ചുള്ള കുറച്ച് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ മനഃശാസ്ത്ര ക്ലാസ്സുകൾ എനിക്ക് കുറേ കിട്ടി. ഒപ്പം പ്രകൃതി ചികിത്സയിലും കുറച്ച് ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും നോവിസസിൻ്റെ തന്നെ മേൽനോട്ട രംഗത്തേക്കാണ് അയക്കപ്പെട്ടത്.
അപ്പോൾ ഈ കോഴ്സുകൾ ചെയ്തതിന് ശേഷം അതിന് തുടർച്ചയായ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായില്ലേ? തുടർച്ചയായി ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നോട് വീണ്ടും അധികാരികൾ ആവശ്യപ്പെട്ടു കാനോനിക്കൽ നോവിസസിനെ അവരുടെ മേൽനോട്ടം വഹിക്കാനായിട്ട്. അപ്പോൾ അത് കീഴ്വായ്പൂർ എന്ന ഹൗസിലേക്ക് ആ സമയം കാനോനിക്കൽ നോവിസിറ്റി മാറ്റി. അപ്പോൾ അങ്ങോട്ട് മാറുവാനും അവിടെ ഈ നോവിസസിന് ആവശ്യമായ പരിശീലനം നൽകുവാനുമാണ് അധികാരികൾ എന്നോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ കുറേ വർഷങ്ങൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. വീണ്ടും ഞാൻ അവിടെ നിന്നും അരുവിക്കുഴി എന്ന ബ്രാഞ്ച് ശാഖാഭവനത്തിലേക്കും പിന്നീട് കോട്ടയം അടുത്തുള്ള ഗാന്ധിനഗർ ശാഖാഭവനത്തിലേക്കും ഒരു മെമ്പറായിട്ട് പോയി. അവിടെ പ്രത്യേകിച്ച് നോവിസസിന് ചാർജ് അങ്ങനെയൊന്നും എനിക്കില്ലായിരുന്നു. ഞാൻ ആ ഹൗസിലെ അംഗമായിട്ട് ഹൗസിലുള്ള എല്ലാ ശുശ്രൂഷകളിലും വ്യാപരിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭവന സന്ദർശനം, രോഗി ശുശ്രൂഷ, ഒപ്പം വചനപ്രഘോഷണം, പല ഇടവുകളിലും ധ്യാനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ധ്യാനത്തിന് പോകുമ്പോഴും എന്നെയും ക്ലാസ്സുകൾ കൊടുക്കാനായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ക്ലാസ്സുകൾ കൊടുക്കാനും ആ ടീമിൻ്റെ കൂടെ പോയിരുന്നു. അതേസമയം ആ ഹൗസിലുള്ള മറ്റ് ശുശ്രൂഷകൾ, അപ്പം ഭവന സന്ദർശനം, സൺഡേ സ്കൂൾ പരിശീലനം, സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ മേൽനോട്ടം, പിന്നെ മറ്റ് സംഘടനകളുടെ നേതൃത്വം, ഇങ്ങനെ ഇടവകയിലും സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. പിന്നീട് ഗാന്ധിനഗർ ഹൗസിൽ നിന്നും ഞാൻ കുന്നന്താനത്തേക്ക് തിരിച്ച് വരുന്ന ഒരനുഭവമുണ്ടായി. ഒരു കൗൺസിലറായിട്ട് എലക്ട് ചെയ്യപ്പെട്ടപ്പോൾ കുന്നന്താനത്തേക്ക് വന്നു. അപ്പോൾ അങ്ങനെ 3 വർഷം അവിടെ വീണ്ടും അടുത്ത ഒരു ഇലക്ഷനിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെട്ടു, വീണ്ടും എലക്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ 6 വർഷം ഞാൻ കുന്നന്താനത്ത് ജനറൽ കൗൺസിലറായിട്ട് ശുശ്രൂഷ ചെയ്യാനുണ്ടായി. അപ്പോഴത്തേക്കും മദർ മേരി ലിറ്റി സുപ്പീരിയർ ജനറൽ സ്ഥാനത്ത് നിന്ന് മാറി. അപ്പോൾ വീണ്ടും വന്ന ആ ഒരു സിനാക്സിസിൽ ഞാൻ ജനറലായിട്ട് എലക്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ 3 വർഷം കൂടെ, വീണ്ടും ഒരു 3 വർഷം കൂടെ, അങ്ങനെ 12 വർഷം കുന്നന്താന ഹൗസിൽ തന്നെ വിവിധ ഈ മേഖലകളിൽ ഈ സുപ്പീരിയർ ജനറലായിട്ടും കൗൺസിലറായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം കൃപ തന്നു. അപ്പം ഈ ഒരു ജനറലായി ഇലക്ട് ചെയ്ത് പെട്ടതിന് ശേഷം ഉള്ള ആ ഒരു പ്രവർത്തന മേഖലയിൽ എന്തൊക്കെ ചേഞ്ചുകളാണ് വന്നിട്ടുള്ളത്? എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു? മദർ ലിറ്റിയിലൂടെ കിട്ടിയ ആ കാര്യസം അത് തുടർന്നുകൊണ്ട് പോകാനാണ് ഞാൻ ശ്രദ്ധിച്ചത്. സിസ്റ്റേഴ്സിനെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ആഴപ്പെടുത്തുക, സ്നേഹത്തിൽ ആഴപ്പെടുത്തുക, ദൈവപരിപാലനയുള്ള ആശ്രയത്വത്തിൽ ആഴപ്പെടുത്തുക. അതിന് വേണ്ടിയിട്ട് കൂടുതൽ ധ്യാനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ക്രമീകരിച്ചു. പിന്നെ ചില അനുഭവങ്ങളൊക്കെ കർത്താവ് സുപ്പീരിയർ ജനറലായിരുന്നപ്പോൾ ചില പ്രതിസന്ധികളൊക്കെ മദർ എങ്ങനെ നേരിട്ടുവോ അതുപോലെ തന്നെ നേരിടാനായിട്ട് അതിനുള്ള കർത്താവ് ചില വഴികൾ ഒരുക്കിയിരുന്നു. ഒരനുഭവം പറഞ്ഞാൽ, ഞങ്ങൾക്കൊരു ശാഖാഭവനമുണ്ട്. ഏകദേശം 100-ലധികം മക്കൾ, അനാഥരായ മക്കൾ അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഒരു ദിവസം എന്തോ ഒരു ആവശ്യത്തിന് എറണാകുളത്ത് പോയിട്ട് ഞാൻ ആ ഹൗസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രത്യേകമായൊരു അനുഭവം, അതായത് വലിയ ഒരു ദുഃഖത്തിൻ്റെ അനുഭവം സിസ്റ്റേഴ്സിന് എല്ലാവർക്കും ഉണ്ടായതായിട്ട് അറിയാനിടയായി. എല്ലാവരുടെയും മുഖമൊക്കെ വളരെ ദുഃഖിച്ചിരിക്കുന്നു. കാരണം ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അവിടുത്തെ ഞങ്ങളുടെ അന്തേവാസി പുറകുവശത്തെ മതിൽ ചാടി എവിടെയോ ഓടിപ്പോയി. അപ്പോൾ അവൾ ചെന്ന് പെട്ടത് ഞങ്ങളെ എതിർക്കുന്ന 2-3 വ്യക്തികളുടെ കരങ്ങളിലാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ പ്രത്യേകത, അവൾ തമിഴ്നാട്ടിൽ റോഡിലൂടെ അലഞ്ഞു നടന്ന മകളാണ്. ആരുമില്ലാതെ, ബുദ്ധിമാന്യമുണ്ട്, മാനസിക വൈകല്യമുണ്ട്, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുമായിട്ട്. പോലീസുകാർ അവളെ ഏതോ സ്ഥാപനത്തിൽ കൊണ്ടുചെന്നാക്കി. അവർക്ക് സംരക്ഷിക്കാൻ പറ്റാതെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്ക് കിട്ടിയപ്പോഴും ഞങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു അവളെ സംരക്ഷിക്കാൻ. ഇനി ഈ കുട്ടിയെ എവിടെ അയക്കും എന്നോർത്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവളിങ്ങനെ മതിൽ ചാടിപ്പോയത്. അപ്പോൾ ഈ വ്യക്തികൾ ചോദിച്ചു, നീ എന്താണ് ഇറങ്ങിപ്പോകുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 2-3 ദിവസമായി, അതുകൊണ്ട് വിശന്നിട്ട് പോകുന്നതാണ്. അതുപോലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ കുട്ടി പറഞ്ഞത്. കുട്ടിയെ കണ്ടാലും മെലിഞ്ഞ് നല്ലപോലെ ക്ഷീണിച്ചിരിക്കുന്ന ആളാണ്. എന്തുമാത്രം ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിൽ പിടിക്കില്ല. അപ്പോൾ ഈ വ്യക്തികൾ ഇതെല്ലാം പെട്ടെന്ന് അവർ മൊബൈലിൽ സേവ് ചെയ്തു, അവളുടെ ഫോട്ടോയും എടുത്തു. അപ്പോൾ സിസ്റ്റേഴ്സ് ഇതറിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് വരാൻ ചെന്നപ്പോഴത്തേക്കും സിസ്റ്റേഴ്സിൻ്റെയും ഫോട്ടോ അവരെടുത്തു. സിസ്റ്റേഴ്സ് പറഞ്ഞു, ഈ കുഞ്ഞിനെ ഇങ്ങനെ മാനസിക വൈകല്യമുള്ള ഒരു കുഞ്ഞാണെന്ന് അറിയാമല്ലോ, എന്നിട്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങളിത് ഇന്ന് തന്നെ ചാനലിൽ കൊടുക്കും, ഞങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ ചാനലിൽ കൊടുക്കും. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ സിസ്റ്റേഴ്സ് മോളെ സ്ഥാപനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ അവിടെ ചെന്ന് കയറിയത്. അപ്പോൾ സിസ്റ്റേഴ്സ് ഇതെല്ലാം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മദർ ലിറ്റിയെ വിളിച്ച് പറയുക, എല്ലാ ബ്രാഞ്ചുകളിലേക്കും വിളിച്ചറിയിക്കുക പ്രാർത്ഥിക്കാനായിട്ട്. കാരണം ഈ രാത്രിയിൽ തന്നെ ചാനലിൽ കൊടുക്കുമെന്നുള്ളൊരു ഭീഷണി അവരുടെ കയ്യിൽ ലൈവായിട്ട് എല്ലാം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ കുഞ്ഞിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇവർക്കറിയില്ല.
എന്തായാലും ഞങ്ങൾ ചെന്ന് നേരെ ചാപ്പലിലേക്കാണ് ഞാനും കയറി ചെന്നത്. ദിവ്യകാരുണ്യ സന്നദ്ധയിലിരുന്ന് ഞങ്ങൾ 2 സിസ്റ്റേഴ്സ് ഇരുന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾക്കുണ്ടായ ഒരു പ്രത്യേകത, ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ. അതായത് ആരോട് പറയണമെന്ന് അറിയത്തില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഇവരിത് ഇത്ര റെഡിയായിട്ട് നിൽക്കുകയാണ്, എല്ലാത്തിനും റെഡിയായിട്ട് എന്ത് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള വലിയ ആകുലതയും ഭയം എല്ലാവരുടെ ഉള്ളിലുണ്ട്. എന്തായാലും പ്രാർത്ഥിക്കാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ കുറേയേറെ സമയം ഞങ്ങളിങ്ങനെ സ്തുതിപ്പിലും പ്രാർത്ഥനയിലും ചിലവഴിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ഉൾബോധ്യം തരികയാണ്, എന്തോ ഒരു ദർശനമോ ഒരു സന്ദേശമോ ഇപ്പോൾ ഉടനെ കിട്ടും. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, ഒന്ന് ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവ് എന്തോ കാര്യം ഇപ്പോൾ ഉടനെ സംസാരിക്കും. അപ്പോൾ സിസ്റ്റർ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥനയിലിരുന്നപ്പോൾ ഒരു ദൈവികമായ ദർശനം കിട്ടിയതാണ്. ഞങ്ങളുടെ പല ഭവനങ്ങളിൽ നിന്നും മരിച്ചു പോയിട്ടുള്ള കൊച്ചു കുട്ടികൾ, അവർ സ്വർഗത്തിലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന അനുഭവം. അപ്പോൾ ഈ അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല ധൈര്യമായി. കാരണം ഇനിയിപ്പോൾ എന്തായാലും ഒന്നും സംഭവിക്കുകയില്ല, ദൈവം ഇത് ഏറ്റെടുത്തു എന്നുള്ളൊരു പ്രതീക്ഷയായി. അന്ന് രാത്രിയിൽ അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പിറ്റേ ദിവസം അവരൊരു മീറ്റിംഗ് കൂടി കുറച്ച് കൂടുതലായ ആലോചനകൾ നടത്തി. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇന്നു വരെയും അത് ചാനലിൽ കൊടുക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. മാത്രമല്ല, അതിൻ്റെ നേതാവായിരുന്ന വ്യക്തിയുടെ ഭാര്യയ്ക്ക് മാനസിക രോഗമായി. പലയിടത്തും ചികിത്സയ്ക്ക് പോയി, അസുഖം മാറിയില്ല. പിന്നെ അവസാനം ആ ബില്ലിങ് ഹൗസിൽ തന്നെ അവർ വന്ന് ക്ഷമ പറഞ്ഞതായിട്ടാണ് ഞാൻ പിന്നീട് അറിഞ്ഞത്. അപ്പോൾ ഇതൊരു വലിയൊരു ദൈവാനുഭവമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടു. കാരണം എല്ലാ ഹൗസിലുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഇത് ചാനലിൽ അവർ കൊടുത്തിരുന്നെങ്കിൽ അത് എല്ലാ ഹൗസുകളെയും ബാധിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനം പ്രാർത്ഥനയിലൂടെ കിട്ടിയ അനുഭവം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു അനുഭവം പറയാം. ബിജ്നോർ, വടക്കേ ഇന്ത്യയിൽ ഒരു ഭവനം തുടങ്ങാനായിട്ട് അവിടുത്തെ ബിഷപ്പ് ആവശ്യപ്പെട്ടു മദറിനോട്. മദർ മേരി ലിറ്റി അതിനുള്ള സമ്മതിച്ചു. കുറച്ച് സിസ്റ്റേഴ്സിനെ അങ്ങോട്ട് വിട്ടു. അവിടെ രൂപത വക ഒരു സ്ഥാപനത്തിൽ ശുശ്രൂഷ ആരംഭിച്ചു. അപ്പോൾ 2 ഏക്കറോളം സ്ഥലം അവിടെ ദാനമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചു. മദർ പറഞ്ഞു, ഒരു 100 പേർക്ക് താമസിക്കാനുള്ള കെട്ടിടം പണിയാം. കാരണം ആ ഭാഗങ്ങളിലേക്കൊന്നും ഇതുപോലെ ബുദ്ധിമാന്യമുള്ള വികലാംഗരായ മക്കളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ പണിയുമ്പോൾ വളരെയധികം പേർക്ക് താമസിക്കാനായിട്ട് അങ്ങനെയുള്ളൊരു കെട്ടിടം വേണം എന്ന് കരുതിക്കൊണ്ട് 100 പേർക്കുള്ള ഒരു ഭവനത്തിന് അടിത്തറയിട്ടു. അവിടെ എല്ലാം പാവപ്പെട്ട മക്കളാണ് ചുറ്റുപാടും താമസിക്കുന്നത്. ആരും സഹായിക്കാനില്ല. കേരളത്തിൽ നിന്നും വിവിധ ഉപകാരികളിലൂടെ ലഭിക്കുന്ന പണം അങ്ങോട്ട് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു കെട്ടിടം പണിയാനായിട്ട്. ആ കെട്ടിടം അങ്ങനെ പണിത് ഒരു സ്റ്റേജിൽ വന്നപ്പോൾ പിന്നെ പൈസ ഒന്നും അയക്കാനില്ലാതെ വന്നു. എന്ന് വെച്ചാൽ അതുപോലെ വലിയ ചിലവ് പിടിച്ച ഒരു പരിപാടിയാണ് 100 പേർക്ക് താമസിക്കാനുള്ളൊരു കെട്ടിടം. പിന്നീട് ചോദിച്ചപ്പോൾ, അപ്പോൾ ഞാൻ ജനറലായിരുന്ന സമയത്താണ്, അവിടെ നിന്നും അവിടുത്തെ മദർ ചോദിച്ചു, ഇനിയും പൈസ അയക്കണം, ഒന്നും ആയിട്ടില്ല, പണികളൊന്നും ആയിട്ടില്ല, എല്ലാം കടം കിടക്കുകയാണ്, കമ്പി സിമെൻ്റ് എല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഇങ്ങോട്ട് പൈസയ്ക്കായിട്ട് ചോദിക്കരുത്, കാരണം നമുക്ക് അയക്കാവുന്ന മാക്സിമം ഞങ്ങൾ അയച്ചു കഴിഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിലും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കെട്ടിടത്തിൻ്റെ പണി തീർക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. എന്താണ് കർത്താവേ, ബിജ്നോർ ഹൗസിൻ്റെ പണികൾ അത് പൂർത്തീകരിക്കാനുള്ള വഴികൾ. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ശക്തമായി പ്രാർത്ഥിച്ച സമയത്ത് ഒരു സന്ദേശം അവിടെ കിട്ടി ഗ്രൂപ്പിൽ. അതിതായിരുന്നു, ബിജ്നോറിലെ സിസ്റ്റേഴ്സിനോട് പറയുക, ഈ കെട്ടിടത്തിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും എല്ലാം ചാപ്പലിൽ കൊണ്ടുവച്ച് നിങ്ങൾ ഒരേ മനസ്സോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ കേട്ട് കഴിഞ്ഞാൽ അതിശയം തോന്നും. അപ്പോൾ നിങ്ങൾക്ക് പണം കിട്ടും. ഞങ്ങളത് വിശ്വസിച്ചു, അവരോടും വിളിച്ചു പറഞ്ഞു, അവരും വിശ്വസിച്ചു. അവരെല്ലാവരും ഇത് ചെയ്യാൻ തുടങ്ങി. എല്ലാ ദിവസവും ചാപ്പലിൽ വരുമ്പോൾ പ്ലാനും എസ്റ്റിമേറ്റും കൊണ്ടുവരും. എല്ലാവരും ഒരേ മനസ്സോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ പ്രാർത്ഥനയുടെ വില മനസ്സിലായത്. കോട്ടയം രൂപതക്കാരനായ ഒരു വൈദികൻ ഫാദർ സിറിയക് മേടയിൽ, അച്ഛൻ പ്രായാധിക്യം മൂലം സ്വന്തം വീട്ടിൽ താമസിക്കുകയാണ്. അച്ഛന് തെള്ളകം കാരിത്താസ് ഹോസ്പിറ്റലിനടുത്ത് ആ NH റോഡിനോട് ചേർന്ന് തന്നെ 38 സെൻറ്റ് സ്ഥലമുണ്ട്. അച്ഛൻ്റെ സ്വന്തം സ്ഥലമാണ്. അതെന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അച്ഛനൊരു പ്രചോദനം കിട്ടുന്നു, പാവപ്പെട്ട മക്കളെ നോക്കുന്ന സിസ്റ്റേഴ്സിന് കൊടുക്കുക. അപ്പോൾ അച്ഛൻ പലരോടും അന്വേഷിച്ചത് ആരാണ്, എങ്ങനെയുള്ളവരുണ്ടോ. അപ്പോൾ കുന്നന്താനത്ത് വന്ന് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, എനിക്കിങ്ങനെ സ്ഥലമുണ്ട്, അത് നിങ്ങൾ എഴുതിയെടുക്കുക. പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിനകത്ത് എന്തോ പ്രശ്നമുണ്ട്, ഏതെങ്കിലും ബാധ്യതയുള്ള സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും വിലയുള്ള സ്ഥലം ആരും തരത്തില്ലല്ലോ. അച്ഛൻ പറഞ്ഞു യാതൊരു ബാധ്യതയില്ല, അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി,
അച്ഛൻ അത് എത്രയും വേഗം എഴുതി തന്നു. അച്ഛൻ പറഞ്ഞു ഈ സ്ഥലം വിറ്റ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം, പാവങ്ങൾക്കായിട്ട്. ആ സ്ഥലം വിറ്റ് കഴിഞ്ഞപ്പോൾ കോടികളുടെ പണമാണ് കിട്ടിയത്. അപ്പോൾ ബിജ്നോറിൽ ആ കെട്ടിടം പണിത് പൂർത്തിയാക്കാനും എല്ലാം ദൈവം അത്ഭുതകരമായിട്ട് സഹായിച്ചു. ഈ പറഞ്ഞ അനുഭവങ്ങൾ കൂടാതെ എന്തെങ്കിലും പ്രത്യേക ദൈവപരിപാലനയുടെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സിസ്റ്ററിന്? കുന്നന്താനത്ത് നിന്ന് ഞാൻ എൻ്റെ ശുശ്രൂഷ മേഖലയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നാൾ ചിറ്റൂർ പ്രാർത്ഥനയ്ക്കായിട്ട് പോയിരുന്നു. അതിനുശേഷം ട്രാൻസ്ഫറായിട്ട് ഈ ഹൗസിലേക്കാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു മെമ്പറാണ്. ഇവിടുത്തെ ധ്യാനത്തിൻ്റെ കോർഡിനേറ്റർ എന്നുള്ള ഒരു ശുശ്രൂഷയും ചെയ്യുന്നു. ബാക്കി ഇവിടുത്തെ എല്ലാ ജോലികളിലും സഹായിക്കുന്നു. ഇതിനിടയ്ക്ക് ഒറീസയിലെ ആദിവാസികളുടെ ഇടയിൽ പോകാനായിട്ട് കർത്താവ് ഒരു അനുഗ്രഹം നൽകി. അങ്കമാലിയിലുണ്ടായിരുന്ന ഒരു മിഷൻ കോൺഗ്രസ്സിൽ പങ്കെടുത്തപ്പോൾ ബർണബാസ് എന്ന തിരുമേനി വഴിയാണ് ഒറീസ മിഷനിൽ ഒത്തിരി ആദിവാസികളുണ്ടെന്നും അവിടെ പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും ആളില്ലെന്നുമുള്ള ഒരു കാര്യം മനസ്സിലാക്കിയത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു മാസമെങ്കിലും അവിടെ പോയി ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്നൊരു പ്രചോദനം കിട്ടി. അപ്പോൾ അധികാരികളുടെ അനുവാദം കിട്ടിയപ്പോൾ ഞങ്ങൾ 2 സിസ്റ്റേഴ്സ് കഴിഞ്ഞ 2 മാസങ്ങളിലായിട്ട് ഒറീസയിലെ ആദിവാസികളുടെ ഇടയിൽ പോയിരിക്കുകയായിരുന്നു. അവിടെ ഒരു ചെറിയ ചാപ്പൽ കിട്ടി. അവിടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥന. കറണ്ടില്ല, വെള്ളമില്ല, ഭക്ഷണമൊക്കെയാണ് വളരെ ലളിതമായത്. എങ്കിൽ തന്നെയും വളരെയധികം സന്തോഷവും സമാധാനവും വലിയ ശക്തിയും കർത്താവ് തന്നു. അവിടെയുള്ള ആദിവാസികളിലേക്കൊക്കെ ഒത്തിരി കൃപ കർത്താവ് ഒഴുക്കുന്ന അനുഭവങ്ങൾ തന്നു. രോഗശാന്തികൾ, മാനസാന്തരങ്ങൾ, അതുപോലെ അങ്ങനെയുള്ളതായ പ്രത്യേക അനുഭവങ്ങൾ. കൊച്ചുകുട്ടികൾ വന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റ് മതത്തിൽപ്പെട്ട കുട്ടികളുമൊക്കെ വന്ന് ഈശോയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ. ഞങ്ങൾക്കത് വലിയൊരു ദൈവാനുഭവം. ഞങ്ങൾ 2 സിസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ആദിവാസികൾ വളരെ ലളിതമായ ജീവിതം നയിക്കുന്നവരാണ്. കൊച്ചു കുടിലുകൾ, മണ്ണുകൊണ്ടുള്ള വീടുകൾ, തറയെല്ലാം മെഴുകിയത്, 2 മുറികളാകെ. എങ്കിലും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നവരാണ്. എല്ലാ വീട്ടിലും ഒത്തിരി പിള്ളേർ, ധാരാളം കുട്ടികളുണ്ട്. ഒരിക്കലും ഒരു വില്ലേജിൽ പോയപ്പോൾ 400 കുടുംബങ്ങൾ അവിടെയുണ്ട്. ഒരാൾ പോലും ഈശോയെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈശോയെ അറിഞ്ഞ ആളുകൾ അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെയേറെ മാറ്റങ്ങൾ വരും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഇവാഞ്ചലൈസേഷൻ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുകയായിരുന്നു ഈ ഹൗസിൽ വെച്ച്. അപ്പോൾ എൻ്റെ ഒറീസ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാനത് പങ്കുവച്ചപ്പോൾ ആ ഗ്രൂപ്പിൽ 2 പേര് പറഞ്ഞു, ഞാൻ അവിടെ പോകാൻ തയ്യാറാണ്, അവിടെ പോയി പ്രാർത്ഥിക്കാൻ തയ്യാറാണ്, അവിടെ ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ പ്രതിസന്ധികളൊക്കെ ഉണ്ട്, സഹനങ്ങളുണ്ട്. അപ്പോൾ ഒരു ചേച്ചി എന്നോട് റൈൻ സിസ്റ്റർ, ഞങ്ങൾ ഈശോയ്ക്ക് വേണ്ടി മരിക്കാനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്, അതിനെന്താ പ്രതിസന്ധി വരട്ടെ, സഹനമൊക്കെ ഏറ്റെടുക്കാം, അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ കൂടെ ഞങ്ങൾക്കത് പുതിയ ഉണർവ് കിട്ടി. ലളിത ജീവിതം, അവിടെ കിടക്കാവുന്ന സ്ഥലം, ചാപ്പലിലൊക്കെ ഞങ്ങൾ കിടന്നുറങ്ങിയിരുന്നത്. മറ്റു മുറികളൊക്കെ നനഞ്ഞ് വലിക്കുന്ന മുറികൾ, ചാപ്പലിൽ ഈശോയുടെ അടുത്ത് തന്നെ കിടന്നുറങ്ങാനുള്ള അനുഗ്രഹം ഈശോ തന്ന അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് പോലും കർത്താവ് ആ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി ഒഴുക്കി അനേകർക്ക് സൗഖ്യം കൊടുക്കുന്ന അനുഭവങ്ങളുണ്ടായി. ഒരിക്കൽ ഞാൻ രാത്രിയിൽ ഇങ്ങനെ മഴ പെയ്തപ്പോൾ വേറെ സ്ഥലം കിട്ടാതെ വന്നാണ് സക്രാരിയോട് ചേർന്ന് അവിടെ കിടക്കാൻ തുടങ്ങുകയാണ്. രാത്രി 10 മണിയായി. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു മകൾ എന്നെ വിളിച്ചു, സിസ്റ്റർ എവിടെയാണ് കിടക്കുന്നത്, എന്താണ് വിശേഷം? ഞാൻ പറയും ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് വേറെ എങ്ങും സ്ഥലം കിട്ടിയില്ല, ഞാൻ സക്രാരിയുടെ തൊട്ടടുത്താണ് കിടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ 7 മാസം പ്രഗ്നൻ്റായ ഒരു മകളാണ് വിളിച്ചത്. ആ മകൾ പറയാം, സിസ്റ്റർ ഈ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഉദരത്തിൽ കിടന്ന ശിശു ഒരു വലിയ ചലനം ശിശുവിനുണ്ടായി, എന്തോ ഒരു പുതിയ അഭിഷേകം നിറഞ്ഞു. മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞപ്പോൾ കൊച്ചനങ്ങിയില്ല, എന്നാൽ സക്രാരിയുടെ അടുത്താണ് ഇന്ന് ഞാൻ കിടക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് എന്തോ ഒരു പ്രത്യേക അനുഭവം എൻ്റെ കുഞ്ഞിനുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയാൻ സാധിച്ചു, അവൾക്കൊരു നോർമൽ ഡെലിവറി കിട്ടി, സുഖപ്രസവം. പറഞ്ഞിരിക്കുന്ന ദിവസത്തിന് മുമ്പ് തന്നെ കുഞ്ഞ് ജനിച്ചു. വളരെ സന്തോഷമായിട്ട് കഴിയുന്നു. മാത്രമല്ല അവരുടെ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. സ്വന്തം അമ്മയുമായിട്ടൊക്കെ പ്രശ്നമായിരുന്നു. ഈ മകൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയിട്ടില്ല. അപ്പോൾ ഇവളുടെ ഈ പ്രസവ സമയത്ത് അമ്മ വീട്ടിലേക്ക് വന്നു, ഇവൾക്ക് സഹായത്തിനായിട്ട് വന്നു. എല്ലാ കാര്യത്തിലും യോജിപ്പായി, അപ്പനുമായി രമ്യതയിലായി. അപ്പോൾ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പലയിടത്തേക്കും അയക്കുന്നു എന്നൊരു സന്ദേശം കിട്ടിയിരുന്നു. അപ്പോൾ അത് കേരളത്തിലേക്ക് ശക്തി അയച്ചു. ഒറീസയിലുള്ള അനേകം കുടുംബങ്ങളിലേക്ക് ഈശോ ശക്തി അയച്ചു. ഹിന്ദി ഒറിയ ഞങ്ങൾക്കൊന്നും അറിയില്ല, എങ്കിലും ഒറിയയിൽ ജവ്മാലയൊക്കെ പഠിച്ചു. ഹിന്ദിയിലൊക്കെ വചനം കൊടുക്കേണ്ടി വന്നു. ഒന്നും അങ്ങനെയൊന്നും ചിന്തിച്ചല്ല പോയത്. അവിടെ ഹിന്ദി ഒന്നും കാണില്ലെന്ന് ഓർത്ത് പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഓരോ വീടുകളിൽ ചെന്ന് ഹിന്ദി വചനം വായിക്കാനും ഹിന്ദിയിൽ പ്രാർത്ഥിക്കാനും ആളുകളോട് സംസാരിക്കാനും ഒക്കെ പരിശുദ്ധാത്മാവ് കൃപ തന്നു. അനേകർക്ക് അതൊരു ആത്മീയ ഉണർവിന് കാരണമായെന്ന് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പോൾ സിസ്റ്റർ ഈ ഒരു ഹൗസിൽ സേവനം അനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 2.5 വർഷം കഴിഞ്ഞു ഇവിടെ വന്നിട്ട്. ഈ ഒരു കാലയളവിൽ സിസ്റ്ററിന് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ സിസ്റ്റർ എങ്ങനെ നോക്കിക്കാണുന്നു? അതിനുള്ള ആ ഒരു സഹനശക്തി
അതിലേക്ക് എന്താ പറയുക, ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനുള്ള ആ ഒരു സഹനശക്തി സിസ്റ്ററിന് എങ്ങനെ ലഭിക്കുന്നു? ഞാൻ ഈ ഹൗസിലേക്ക് വന്ന് ഞാൻ ഇവിടുത്തെ ഒരു മെമ്പറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും എല്ലാ ജോലികളിലും സഹായിക്കുന്നു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം ഇവിടെ വന്നപ്പോൾ. എനിക്ക് സഹനമായിട്ട് തോന്നുന്നില്ല, ഒരിക്കലും ഇല്ല. കാരണം ഇവിടെ ഒരു ചാപ്പലുണ്ട്, ഇവിടെ പ്രാർത്ഥിക്കാൻ ഇഷ്ടംപോലെ സമയം ഇല്ല, പക്ഷേ സൗകര്യങ്ങൾ നമ്മൾ സമയം ഉണ്ടാക്കണം. നല്ല ജോലികൾ, പിന്നെ ഭവന സന്ദർശനം, രോഗി ശുശ്രൂഷ, ഇടയ്ക്കിടയ്ക്ക് വചനപ്രഘോഷണത്തിന് പല സ്ഥലത്തും തന്നെ വിളിക്കും, അപ്പോൾ ഞാൻ പോകും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുള്ള ഒരു ശുശ്രൂഷയാണ് ഇപ്പോഴും ഇവിടെ. പ്രത്യേകിച്ച് ഇവിടെ ധ്യാനത്തിൻ്റെ കോർഡിനേഷനുണ്ട്. പിന്നെ ഒറീസയിൽ ഇടയ്ക്ക് പോയി, വീണ്ടും വലിയ തുറയ്ക്ക് ഞാൻ പോയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. അവിടെ മത്സ്യത്തൊഴിലാളികളുടെ വീട് കയറി ഇറങ്ങി പ്രാർത്ഥിക്കാനും ശുശ്രൂഷ ചെയ്യാൻ ഹോം മിഷന് വേണ്ടിയിട്ട് അങ്ങനെ ചാൻസ് കർത്താവ് തന്നു. അപ്പോൾ എല്ലാത്തിലും കുറേ പ്രതിസന്ധികളും വിഷമങ്ങൾ എല്ലാത്തിലും ഉണ്ടെങ്കിലും അതിലെല്ലാം ഈശോയുടെ ഒരു ശക്തി എനിക്ക് ലഭിക്കുന്നുണ്ട്, ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. സിസ്റ്ററിന് ഈ സഭയുടെ പ്രേക്ഷിത മേഖലകളെക്കുറിച്ചും സന്യാസ ജീവിതങ്ങളെക്കുറിച്ചും പറയാനുള്ളത് എന്താണ്? ഞങ്ങളുടെ ഈ സന്യാസ സമൂഹം ദൈവപരിപാലനയുടെ ചെറിയ ദാസികൾ, ഈ സന്യാസ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രേക്ഷിത മേഖലകൾ, ഒന്ന് രോഗി ശുശ്രൂഷ, ബുദ്ധിമാന്ദ്യം ഉള്ളവരും വികലാംഗരും അതുപോലെ അനാഥരുമായിട്ടുള്ള മക്കളെ മരണം വരെ സംരക്ഷിക്കുന്ന ഒരു ശുശ്രൂഷ. അത് 16 ഭവനങ്ങളിലും ഇങ്ങനെയുള്ള മക്കളുണ്ട്. ഏകദേശം 1000-ഓളം മക്കൾ സംരക്ഷിക്കപ്പെടുന്നു. പിന്നെ അടുത്ത മേഖല വചന പ്രഘോഷണമാണ്. കുന്നന്താനത്ത് വളരെ വർഷങ്ങളായിട്ട് ധ്യാനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭവനത്തിലും ധ്യാനങ്ങളും ആത്മീയ ശുശ്രൂഷകളും നടക്കുന്നു. പിന്നെ മൂന്നാമത്തെ പ്രേക്ഷിത മേഖല ഭവന സന്ദർശനവും കുടുംബ പ്രേക്ഷിതത്വവുമാണ്. കുടുംബങ്ങളിൽ കടന്നു ചെന്ന് എല്ലാ കുടുംബങ്ങളിലും ഞങ്ങൾ പോകും. അത് ഇന്ന ജാതിയോ മതമോ നോക്കുന്നില്ല, എല്ലാ കുടുംബങ്ങളിലും കടന്നു ചെന്ന് അവർക്ക് എന്താണ് ആവശ്യം അത് നമുക്ക് സാധിക്കുന്ന രീതിയിൽ ഞങ്ങളത് നിറവേറ്റി കൊടുക്കുന്നു. ഇപ്പോൾ മദ്യപാനികളാണെങ്കിൽ ചിലപ്പോൾ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് വിടും, അല്ലെങ്കിൽ ലഹരി വിമുക്ത ധ്യാനത്തിനായി പറഞ്ഞയക്കും. പ്രശ്നങ്ങളുള്ള ദമ്പതിമാരാണെങ്കിൽ അവർക്ക് അതിൽ നിന്നും മോചനം കിട്ടാനുള്ള ആ രമ്യതയിലേക്ക് വരാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും ക്ഷമയുടെ മേഖലകളൊക്കെ കൊടുത്ത് അവരതിലേക്ക് കൊണ്ടുവരും. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒന്ന് ഞങ്ങൾ തന്നെ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ചോദിച്ചോ അവരുടെ ആ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള വഴികൾ തുറന്നു കൊടുക്കും. ആ ഒരു കുടുംബത്തെ എല്ലാ രീതിയിലും ഉദ്ധരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. മദർ ലിറ്റിക്ക് കിട്ടിയ പ്രചോദനമാണ് ഇതെല്ലാം. ഞങ്ങളുടെ സ്ഥാപകയ്ക്ക് മദർ തുടങ്ങിയപ്പോൾ ഈ 3 മേഖലകളിലുള്ള ശുശ്രൂഷകൾ മദർ വളരെയധികം ആഗ്രഹിച്ചിരുന്നു, മദർ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതൊക്കെ ചെയ്യാൻ എവിടെ നിന്നാണ് പണം കിട്ടുക? അപ്പം മദറിന് കിട്ടിയ പ്രചോദനം ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. മദർ ഇറ്റലി ടൂറിൽ നിന്നും മദറിന് അത് കിട്ടിയ പ്രചോദനമാണ്. അവിടെ ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന അനുഭവങ്ങൾ മദർ മെഡിസിൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് മദറിൻ്റെ ജീവിതത്തിലേക്ക് മദർ സ്വാംശീകരിച്ചത്. ദൈവത്തിൽ ആശ്രയിച്ച് ഒരു കാര്യം ചെയ്യുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം കർത്താവ് കൂട്ടിച്ചേർത്ത് നൽകുന്നു. വിശുദ്ധ മത്തായി 6:33 അതാണ് മദറിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വചനം. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും. ഈ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് സിസ്റ്ററിന് എന്താണ് പറയുവാനുള്ളത്? ദിവ്യബലിക്കാണ് ഞങ്ങൾ 1-ാം സ്ഥാനം കൊടുക്കുക. എല്ലാ ദിവസവുമുള്ള ദിവ്യബലി അർപ്പണം, ഒപ്പം ദിവ്യകാരുണ്യ ആരാധന. മാതൃഭവനമായി കുന്നന്താനത്ത് 33 വർഷമായി നിത്യ ആരാധനയുണ്ട്. രാവും പകലും ദിവ്യകാരുണ്യ സന്നിധിയിൽ ആരെങ്കിലും പ്രാർത്ഥിക്കാനുണ്ട്. ബ്രാഞ്ച് ഹൗസുകളിലാണെങ്കിൽ ചിലപ്പോൾ ഉച്ചവരെയും ആരാധന നടത്തും, അല്ലെങ്കിൽ ചിലയിടത്ത് 4 മണി വരെ ആരാധന. സമയം അംഗങ്ങളുടെ അനുസരിച്ച് കൂടുതൽ ആളുകളുണ്ടെങ്കിൽ 4 മണി വൈകുന്നേരം വരെയൊക്കെ ആരാധന. ഇവിടെ ഞങ്ങൾ ചെയ്യുന്ന 9 മണി മുതൽ 1 മണി വരെ ദിവ്യകാരുണ്യ ആരാധന നടത്തും. അപ്പോൾ സിസ്റ്റേഴ്സ് എല്ലാവരും മാറി മാറി വന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ വയ്യാത്ത മക്കളെയും ഞങ്ങൾ കൊണ്ടുവരും. പിന്നെ വിശുദ്ധ കുർബാന, ഈ ആരാധന, ജപമാല പ്രാർത്ഥന, ദൈവസ്തുതിപ്പ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് സുഹൃത ജപങ്ങൾ. ജോലിയുടെ ഇടയ്ക്ക് ഇപ്പോൾ ജോലി ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ വരാൻ പറ്റില്ലല്ലോ ചാപ്പലിലേക്ക്. അപ്പോൾ ആ ജോലി തന്നെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റാനായിട്ട് ചെറിയ ചെറിയ സുഹൃത ജപങ്ങൾ. ഈശോയെ ഞാനങ്ങ് സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഈശോ മറിയം യോസേപ്പെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ആത്മാക്കളെ രക്ഷിക്കണമേ. ഒരാത്മാവിനെ രക്ഷിക്കാമെന്നല്ല ഈശോ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയാൽ അപ്പോൾ 100 ചൊല്ലിയാൽ 100 ആത്മാക്കളായില്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള പ്രാർത്ഥനകളിൽ ഞങ്ങൾ സമയം കിട്ടാത്തപ്പോൾ അങ്ങനെ ഒക്കെ പ്രാർത്ഥിക്കും. പിന്നെ ഭവന സന്ദർശനത്തിനൊക്കെ പോകുമ്പോൾ അവിടെ കുറേ സമയം ആരാധിച്ചിട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ സുഹൃദൈവങ്ങൾ ജപമാലയൊക്കെ ചൊല്ലിക്കൊണ്ട് പോകും. ആ വീട്ടിൽ ചെല്ലുമ്പോഴും അവിടെ കുറച്ച് സമയം പ്രാർത്ഥിക്കും, തിരിച്ചു പോരുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് പോരും. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഒരു വലയം ഞങ്ങളെ വിട്ടു പോകാതിരിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം കർത്താവിൻ്റെ സംരക്ഷണം എപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമാണല്ലോ ഈ മേഖലകളിലെല്ലാം. പിന്നെ ഈ വയ്യാത്ത മക്കളോടാണ് അവർക്ക് ചിലപ്പോൾ ഈശോയെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂവെങ്കിലും അങ്ങനെ പറയും. അപ്പോൾ കുഞ്ഞുങ്ങൾ ഈശോയെ ഈശോയെ എന്ന് വിളിച്ചപ്പോൾ ചാപ്പലിൽ വന്നു അവരുടെ മുറിയിൽ തന്നെ ഇരുന്ന്
പ്രാർത്ഥിക്കും. ഇവിടെ സുസ്മിത എന്ന് പറഞ്ഞൊരു മോളുണ്ട്. ആ മോൾക്ക് ഈശോ എന്നൊരു ഷോ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, ഒരൊറ്റ വാക്ക് പോലും പറയും. അപ്പോൾ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടി അവൾ ഷോ എന്ന് പറയും. അപ്പോൾ അത് സ്വർഗത്തിൽ വലിയ ശബ്ദമായിട്ട് മുഴങ്ങുന്നതായിട്ട് ഒരിക്കലും സന്ദേശം കിട്ടി. ഈ കുഞ്ഞുങ്ങളുടെ ഒരു ചെറിയ വാക്ക്, പ്രാർത്ഥനയുടെ ശബ്ദം സ്വർഗത്തിലത് വലിയ ശബ്ദമായിട്ടാണ് മുഴങ്ങുന്നത്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള പ്രചോദനം തരികയാണ്. പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥനയില്ലാതെ ഒരു ശുശ്രൂഷയും മുന്നോട്ട് പോവുകയില്ല. 16 ഭവനങ്ങളിലും ഈ പ്രാർത്ഥനയ്ക്ക് പരമപ്രാധാന്യം നൽകുന്നുണ്ട്. വിശുദ്ധ ജോസഫ് കൊത്തല്ലങ്കോ, ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥൻ, പറയുന്നത് ദൈവപരിപാലന ഭവനത്തിൻ്റെ അടിത്തറ പ്രാർത്ഥനയാണ്. ഇതുവരെ ഞങ്ങളോട് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച സിസ്റ്ററിന് ഒരുപാട് നന്ദി. ഇനിയുള്ള സിസ്റ്ററിൻ്റെ പ്രവർത്തന മേഖലകളിൽ എല്ലാവിധ പ്രാർത്ഥനാ ആശംസകളും നേരുന്നു. LSDP കോൺഗ്രിഗേഷനെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റർ റോസ്ലി ദൈവപരിപാലനയുടെ അതുല്യമായ ഒരു ദാനമാണെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ സമൂഹത്തിൻ്റെ സ്ഥാപക മദർ മേരി ലിറ്റിയുടെ സഹോദരപുത്രിയായ സിസ്റ്റർ റോസ്ലിയുടെ ദൈവവിളി തന്നെ വലിയൊരു ദൈവിക ഇടപെടൽ മൂലമായിരുന്നു. അധ്യാപികയായി ജോലി ചെയ്തിരുന്ന സിസ്റ്റർ തൻ്റെ ജോലിയും അതുമൂലം ലഭിക്കാമായിരുന്ന മറ്റെല്ലാ നേട്ടങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടാണ് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. സമൂഹത്തിലെ 2ാം ബാച്ച് അംഗമായ സിസ്റ്റർ ഇതിനു മുമ്പ് 6 വർഷക്കാലം സുപ്പീരിയർ ജനറലായി ഈ സന്യാസ സമൂഹത്തെ നയിച്ചിട്ടുണ്ട്. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് ദൈവഹിതമനുസരിച്ച് തന്നെ ആ കാലയളവിൽ സമൂഹത്തെ നയിക്കുവാനായിട്ട് സിസ്റ്ററിന് സാധിച്ചു. ജനറൽ കൗൺസിലറായും നോവിസ് മിസ്ട്രസ്സായും സിസ്റ്റർ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ ആരാധനയുമാണ് ദൈവപരിപാലന ഭവനത്തെ താങ്ങി നിർത്തുന്ന തൂണുകൾ. ഈ തൂണുകളിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് തന്നെ തൻ്റെ ശുശ്രൂഷകളെല്ലാം നിർവഹിക്കുവാനായിട്ട് സിസ്റ്ററിനെ ദൈവം അനുഗ്രഹിച്ചു. അഭിഷേകം നിറഞ്ഞ തീക്ഷ്ണമതിയായ വചനപ്രഘോഷക കൂടിയായ സിസ്റ്ററിലൂടെ ധാരാളം ദമ്പതിമാരും യുവജനങ്ങളും കുട്ടികളുമൊക്കെ ദൈവസ്നേഹാനുഭവത്തിലേക്കും മാനസാന്തര ജീവിതത്തിലേക്കും കടന്നു വരാനായിട്ട് ഇടയായിട്ടുണ്ട്. ഇന്നും വളരെ സജീവമായിട്ട് തന്നെ വിശ്രമമില്ലാതെ വചനപ്രഘോഷണ രംഗത്ത് സിസ്റ്റർ പ്രവർത്തിക്കുന്നുണ്ട്. അനേകം മണിക്കൂർ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ പ്രാർത്ഥനയിൽ ചെലവഴിക്കുവാനായിട്ട് സിസ്റ്ററിന് സാധിക്കുന്നു. സിസ്റ്ററിൻ്റെ പ്രാർത്ഥനാ ചൈതന്യവും പ്രേക്ഷിത തീക്ഷ്ണതയും സമൂഹാംഗങ്ങളായ ഞങ്ങൾക്കെല്ലാവർക്കും വലിയ മാതൃകയും പ്രചോദനവുമാണ്. അടുത്ത ആഴ്ച മറ്റൊരു സമർപ്പിത ജീവിതവുമായി കണ്ടുമുട്ടുന്നതുവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം.